സാറേ, നമ്മുടെ സദാനന്ദൻ മാഷ് MP, നമ്മുടെ രാജ്യസഭാംഗം, അദ്ദേഹം ഇന്നലെ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് അദ്ദേഹം കാല് രാഷ്ട്രീയ അക്രമത്തിൽ നഷ്ടപ്പെട്ടിട്ട് കൃത്രിമ കാലുകൊണ്ട് ജീവിക്കുകയും ജനങ്ങളെ സേവിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ. ആ കാല് മാറ്റിവെച്ച് പ്രസംഗിക്കാൻ നിന്ന അദ്ദേഹത്തെ അങ്ങേയറ്റം ആക്ഷേപകരമായ സ്വരത്തിൽ ബാഹ്യ വസ്തുക്കൾ, പുറമേ നിന്നുള്ള സാധനങ്ങൾ പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് എന്ന MP, മറ്റൊരു രാജ്യസഭാംഗം, ഇന്നലെ പെരുമാറിയത് രാജ്യത്തിന് മാത്രമല്ല കേരളത്തിന് വിശേഷമായിട്ടും വലിയ അപമാനം ഉണ്ടാക്കി എന്നാണ് മനുഷ്യപ്പറ്റുള്ള എല്ലാ മനുഷ്യന്മാരും പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു മനുഷ്യപ്പറ്റ് ഈ CPM-ന്റെ MP-മാർക്ക് ഇല്ലാതെ പോകുന്നത്? അതെ, അതായത് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകൾ ഊരി അവിടെ സീറ്റിൽ വെച്ചിരുന്നു. അത് ഞാൻ ആ സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഈ ബ്രിട്ടാസ് എഴുന്നേക്കുന്നത്, എന്നിട്ട് നിലവിളിക്കുന്നത്. ഈ ബാഹ്യ വസ്തുക്കൾ ഇങ്ങനെ സഭയിൽ കൊണ്ടുവരാൻ പാടില്ല എന്നത് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ രാധാകൃഷ്ണൻ, കോയമ്പത്തൂരിൽ നിന്നുള്ള നമ്മുടെ ഉപരാഷ്ട്രപതി, അദ്ദേഹം ആണ് ചെയറിലുണ്ടായിരുന്നത്. അദ്ദേഹം കൃത്രിമക്കാൽ ഉപയോഗിക്കുന്നതിൽ താങ്കൾക്ക് പരാതിയുണ്ടോ എന്ന് ബ്രിട്ടാസിനോട് ചോദിച്ചു. ബ്രിട്ടാസിൻ്റെ വായ അടഞ്ഞുപോയി. ആ ബ്രിട്ടാസ് അപ്പം പറയണേ, അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് കാൽ നഷ്ടപ്പെട്ടു. സദാനന്ദൻ മാഷിനെ അപ്രതീക്ഷിതമായിട്ട് കാൽ നഷ്ടപ്പെട്ടു, ഉറക്കത്തിൽ വീണുപോയതാ. എന്താണല്ലേ ഒരാള് ഈ ക്രച്ചസുമായിട്ട് സഭയിലേക്ക് വരുന്നു എന്നിരിക്കട്ടെ, അത് അപ്പുറത്ത് ചാരി വെക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ? പിന്നെ അല്ലാതെ എങ്ങനെ വരാനാ? അപ്പോ എന്നിട്ട് ഉപരാഷ്ട്രപതി രാധാകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് മാറ്റി താഴെ വെക്കാനായിട്ട് പറയാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 ദശകം മുമ്പ് ബ്രിട്ടാസിനോട് സദാനന്ദൻ മാഷ് തന്നെ പറയുന്നുണ്ടായിരുന്നു, ബ്രിട്ടാസെ നിങ്ങൾ അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്, യു ആർ ഇൻടോളറൻറ്റ് എന്ന് മാഷ് ബ്രിട്ടാസിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞ വാചകങ്ങൾ ഞാൻ പറയാം. 3 ദശകം മുമ്പ് പിടിപ്പിച്ച എൻ്റെ കൃത്രിമക്കാലുകളാണ് ഇത്. എനിക്ക് ശക്തമായ 2 കാലുകൾ ഉണ്ടായിരുന്നു. മുട്ടിന് താഴെ ഇന്ന് എനിക്ക് കൃത്രിമക്കാലുകളാണ്. ജനാധിപത്യം 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 എന്ന് പറഞ്ഞ് അലറുന്നവർ 31 കൊല്ലം മുമ്പ് വെട്ടിക്കളഞ്ഞതാണ് ആ കാലുകൾ. സഹോദരിയുടെ വിവാഹം തീരുമാനിച്ചതിന് ശേഷം ഞാൻ മടങ്ങുകയായിരുന്നു. ഒരു ബസാറിൽ സംഘടിത ക്രിമിനലുകൾ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നെ പിടിച്ച് തള്ളി നിലത്ത് വീണു. പിന്നിൽ നിന്ന് തള്ളി നിലത്തിട്ടു. അവർ എൻ്റെ കാലുകൾ വെട്ടി. അവർ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അവരുടെ ജനാധിപത്യം. ഞാൻ ഇത് പ്രദർശിപ്പിക്കുന്നതിന് കാരണം നിങ്ങൾ അസഹിഷ്ണുക്കളായതുകൊണ്ടാണ്. രാഷ്ട്രം കാണട്ടെ, ജനം ഇത് കാണട്ടെ. ഇതാണ് നിങ്ങളുടെ ജനാധിപത്യം, CPM-ന്റെ ജനാധിപത്യം എന്നവർ മനസ്സിലാക്കട്ടെ. സഹിഷ്ണുതയെപ്പറ്റി സംസാരിക്കുന്നവരുടെ രാഷ്ട്രീയ ഹിംസ ജനങ്ങൾ അറിയട്ടെ, മാഷ് അവിടെ പറഞ്ഞു. അപ്പോൾ ബ്രിട്ടാസിൻ്റെ പോയിന്റ് ഓഫ് ഓർഡർ വന്നു കഴിഞ്ഞപ്പോഴും മാഷ് ഇത് പറയുന്നുണ്ടായിരുന്നു, ഇത് നിങ്ങൾ പ്ലക്കാർഡുകൾ കൊണ്ടുവന്ന് ഉയർത്തി കാണിക്കാറുണ്ടല്ലോ, അപ്പോഴും പറയണം ബാഹ്യവസ്തുക്കൾ എന്ന് മാഷ് പറഞ്ഞു. അപ്പോൾ ഇത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ 1994 മാഷിനന്ന് 30 വയസ്സ്. സദാനന്ദൻ മാഷ്ക്ക് കുഴിക്കൽ ലോവർ പ്രൈമറി സ്കൂളിൽ, മട്ടന്നൂർ പെരിഞ്ചേരി കുഴിക്കൽ ലോവർ പ്രൈമറി സ്കൂളിൽ മാഷായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു മാഷിൻ്റെത്. അച്ഛൻ പാർട്ടിക്കാരനാണ് മാഷിൻ്റെ. മൂത്ത സഹോദരൻ SFIക്കാരനാണ്. മാഷും SFIയിലായിരുന്നു 1984 വരെ. അപ്പോൾ ആ സമയത്ത് അക്കിത്തത്തിൻ്റെ ഭാരത ദർശനങ്ങൾ എന്ന ലേഖനം വായിച്ചു സദാനന്ദൻ മാഷ്. അങ്ങനെയാണ് അദ്ദേഹം ഭാരതീയതയിൽ ആകൃഷ്ടനായിട്ട് 1984 RSS പ്രവർത്തകനാകുന്നത്. സംഭവം 1994 ജനുവരി 25-നായിരുന്നു ഈ കാല് വെട്ടുന്നതൊക്കെ. ഫെബ്രുവരി 6-നായിരുന്നു സഹോദരിയുടെ വിവാഹം തീരുമാനിച്ചിരുന്നത്. അതിന് ആളുകളെ ക്ഷണിച്ചിട്ട് ബസ്സിൽ വന്ന് ഇറങ്ങിയതായിരുന്നു.
ഇതിനൊക്കെ ശേഷം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാഷ് മത്സരിച്ചു കൂത്തുപറമ്പിൽ കെ ശൈലജയ്ക്കെതിരെ. നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. ദേശീയ അധ്യാപക വാർത്ത അതിൻ്റെ എഡിറ്ററുമാണ് അദ്ദേഹം. അപ്പം ഇപ്പോൾ മാഷിനെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തല്ലോ MP ആയിട്ട്. അപ്പോൾ അത് ജൂലൈയിലാണ് മാഷിന് മറ്റേ ഇത് പ്രഖ്യാപിച്ചത് രാജ്യസഭാ അംഗമായിട്ട്. അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ ഈ മാഷിനെ വെട്ടിയ 8 പ്രതികളുണ്ടല്ലോ അവർക്ക് ഒരു ആഘോഷമായിട്ട് CPM ഒരു യാത്രയപ്പ് നൽകി. മാഷൊക്കെ ഇട്ടിട്ട് ഈ മാലയൊക്കെ ഇട്ടിട്ട് തലശ്ശേരി കോടതിയിൽ അവരെ ഹാജരാക്കാൻ കൊണ്ടുവന്നതായിരുന്നു മാഷിനെ വെട്ടിയ 8 പ്രതികളെ. അപ്പോൾ ഈ കോടതിക്ക് പുറത്ത് ഇവരെ മുഴുവൻ മാലയിട്ട് ഹാരാർപ്പണം ചെയ്ത് അവരെ ജയിലിലേക്ക് യാത്ര അയച്ചു. മാഷിനോടുള്ള പുച്ഛം, മാഷിനോടുള്ള വെല്ലുവിളി, ആക്രമിച്ച് 2 കാലും വെട്ടിയിട്ടും അത് തീരുന്നില്ല, പക തീരുന്നില്ല. അവിടെ മട്ടന്നൂർ MLA ശൈലജയും ഉണ്ടായിരുന്നു. വാർത്തയുണ്ടായിരുന്നു, ഇതാണ് ശൈലജ അവിടെ ഉണ്ടായിരുന്നു. ഇത് ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്താണ് സാറേ, ഇപ്പോൾ രാഷ്ട്രീയമായൊരു വഴക്കുണ്ടാവുക അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാവുക, അത് കണ്ണൂരിൻ്റെ സാഹചര്യത്തിൽ ഇതൊന്നും സാന്ദർഭികമായി യാദൃച്ഛികമായി ഉണ്ടായി വരുന്നതുമല്ല. ഇത് ദീർഘകാലത്തെ ആസൂത്രണവും പ്ലാനിങ്ങും ഒക്കെ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംഘർഷ ഭൂമിയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി, ഒരാൾക്കൊരു കാല് നഷ്ടം, അശ്വിന എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ ഓർമ്മയില്ലേ സാറിന്? അപ്പോൾ അതുപോലെ ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയല്ലോ, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു പോയല്ലോ, ഇപ്പോഴും TP ചന്ദ്രശേഖരനെ വെട്ടിയത് തെറ്റായിപ്പോയി എന്ന് ഒരു സ്വരവും നമ്മൾ കേൾക്കുന്നില്ല ഇത്രയും കാലമായിട്ടും. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യനെ വികലാംഗനാക്കി തീർക്കുന്ന ഈ സംസ്കാരത്തെ യഥാർത്ഥത്തിൽ മനുഷ്യനെ തിരിച്ച് ഈ അക്രമികളെ വികലമനസ്കരുമാക്കി തീർക്കുന്നുണ്ട്. ഞാൻ ഒരു വാർത്ത പണ്ട് മനോരമയിൽ തന്നെ വന്നൊരു വാർത്ത സാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല. തോപ്പിൽ ഭാസി അവസാന കാലത്ത് വികലാംഗനായിരുന്നല്ലോ, അദ്ദേഹത്തിന് കരുണാകരൻ അവാർഡ് കൊടുത്തു. തോപ്പിൽ ഭാസിക്ക് ആജന്മ വിരോധം ഉണ്ടായിരുന്നു കരുണാകരൻ നേതാവിനോട്. പക്ഷെ നിർഭാഗ്യവശാൽ അവാർഡ് കൊടുക്കാൻ നിയോഗമുണ്ടായത് കരുണാകരനാണ്. പക്ഷെ തോപ്പിൽ ഭാസി വിട്ടില്ല. തോപ്പിൽ ഭാസി അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, ഈ അവാർഡ് കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ ഇത് വാങ്ങുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം ഞാനൊരു വികലാംഗനാണെങ്കിലും എനിക്ക് അവാർഡ് തരുന്നത് ഞാൻ കണ്ട ഏറ്റവും വലിയ വികല മനസ്കനാണല്ലോ. അതൊരു വാക്കാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ആയിട്ടും ആ വികലാംഗനായ മനുഷ്യനേക്കാൾ മനുഷ്യന് സ്നേഹത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും ഒക്കെ പറയാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് കാലിലാണ് അതുള്ളത്, ഇവരുടെയൊക്കെ മനസ്സ് മുഴുവൻ വികലമാണ്. അതാണ് കാര്യം. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഏറ്റവും നല്ല ഉദാഹരണം. അതും പാർലമെന്റിൽ പറയാൻ യാതൊരു ലജ്ജയുമില്ല. ഏറ്റവും ചുരുങ്ങിയത് പാർലമെന്റിന്റെ പുതിയ സാഹചര്യത്തിൽ സഹപ്രവർത്തകരാണ് അവർ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ട ഒരവസ്ഥയാണ്. കാല് അഴിച്ചു മാറ്റിവെക്കേണ്ട സാഹചര്യം വന്നാൽ അതൊന്ന് എടുത്ത് മാറ്റിവെച്ച് സഹായിച്ചു കൊടുക്കേണ്ട ആൾ ഞാനും സാറുമാണെങ്കിൽ അത് ഏത് പാർട്ടിക്കാരനായാലും ചെയ്യുമല്ലോ. അതിന് പകരം ജോൺ ബ്രിട്ടാസൊക്കെ എന്താണ് ഇപ്പോഴും ഈ കാണുന്ന കോലത്തിൽ മാത്രമേ മനുഷ്യത്വം ഉള്ളൂ അല്ലെങ്കിൽ മനുഷ്യനാവുന്നുള്ളൂ എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. CPM ഇതിനൊക്കെ ഇത്തരം പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനിയെങ്കിലും മാർസിയൻ ഹ്യൂമനിസം എന്ന് പറയല്ലാതെ ഈ ഹ്യൂമനിസം മൈനസ് മാർസിസം എന്താണ് എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ജോൺ ബ്രിട്ടാസ് എന്നിപ്പോൾ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.